നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ സമാധാനത്തിന് ഒരു പുതിയ വഴിയെന്ന അവകാശവാദത്തോടെ ഇറാൻ മുന്നോട്ട് വെച്ച 14 പോയിന്റ് സമാധാന പദ്ധതി ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. യുദ്ധഭീഷണിയും സാമ്പത്തിക സമ്മർദ്ദവും ഒരേ സമയം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നീക്കം യഥാർത്ഥ സമാധാന ശ്രമമാണോ അല്ലെങ്കിൽ ഒരു തന്ത്രപരമായ രാഷ്ട്രീയ നീക്കമാണോ എന്നതാണ് പ്രധാന ചർച്ച. ഹോർമൂസ് കടലിടുക്കിലും ഇസ്രയേൽ ഇറാൻ പ്രോക്സി സംഘർഷങ്ങളിലും തീ പടരുന്ന വേളയിൽ അപ്രതീക്ഷിതമായി സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ ഇറാൻ തയ്യാറാകുന്നത് സ്വാഭാവികമായും സംശയങ്ങൾക്ക് ഇടവരുത്തുകയാണ്. 30 ദിവസത്തിനുള്ളിൽ യുദ്ധവിരാമവും സംഭാഷണവും ഉറപ്പാക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന 14 പോയിന്റ് പദ്ധതി പ്രദേശത്തെ സംഘർഷങ്ങളെ ശമിപ്പിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇത് സമയം നേടാനുള്ള രാഷ്ട്രീയ നീക്കമോ? ഇതാണ് ലോകം ചോദിക്കുന്ന ചോദ്യം. ഇറാന്റെ ഈ നീക്കത്തെ മനസ്സിലാക്കാൻ അവരുടെ നിലവിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ ഉപരോധങ്ങൾ, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് കാലഘട്ടത്തിൽ ശക്തിപ്പെടുത്തിയ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഇറാന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ഗൗരവകരമായി ബാധിച്ചിട്ടുണ്ട്. വിലക്കയറ്റം, തൊഴിൽക്ഷാമം, ജനങ്ങളുടെ അസന്തോഷം ഇവയെല്ലാം ഭരണകൂടത്തിന് വലിയ വെല്ലുവിളികളാണ്. ഈ സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് താല്പര്യം കാണിക്കുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദം കുറയ്ക്കാനും ഉപരോധങ്ങളിൽ ഇളവ് നേടാനും ലക്ഷ്യമിട്ടുള്ള നീക്കമായി വിലയിരുത്താം.